Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. മനസ വാച കർമ്മണ. നമസ്കാരം. മനസ വാച കർമ്മണയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആർദ്ര ചിന്തകളുടെ 10ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ആസക്തിയുടെ ആഘാതം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മൊബൈൽ അഡിക്ഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്ന മൊബൈൽ അഡിക്ഷൻ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം നേടാം എന്നതിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത്. ഇന്ന് മറ്റൊരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ജോൺ പനക്കൽ സാറിനെ. സ്വാഗതം സാർ. നമസ്കാരം ഷിനോയ്. ഞങ്ങളുടെ ബഹുമാന്യരായ BMC പ്രേക്ഷകരെ ഹാർദവുമായി ഇന്നത്തെ ഈ 10ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടുത്തെ പല സ്കൂളുകളിൽ അധ്യയന വർഷം ആരംഭിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. മിക്കവാറും എല്ലാ സ്കൂളുകളും ഈ 1-2 ദിവസത്തിനുള്ളിൽ പുതിയ അധ്യയന വർഷത്തിലേക്ക് ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിനായി തുറക്കുകയാണ്. അപ്പോൾ പുതിയ വേഷം, പുതിയ ബുക്കുകൾ, പുതിയ ഒരു പുതുമ എന്ന് പറയും, അത് എന്തുകൊണ്ടും കുഞ്ഞുങ്ങൾക്ക് അനുഭവപ്പെടും. ഈ പുതുമ നിലനിർത്തി എങ്ങനെ അടുത്ത വർഷത്തെ പഠനം നമുക്ക് അനുകൂലമാക്കി തീർക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സാരോപദേശ പാഠമാണ് ഇന്ന് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഷിനോയി അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? വളരെ നല്ലത്. ഒരു തുടക്കം കുറിക്കുമ്പോൾ തന്നെ നമുക്ക് അവരെക്കുറിച്ച് അധ്യയന വർഷത്തിൽ എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ചൊരു ചിന്ത പങ്കുവയ്ക്കുന്നത് വളരെ നല്ലതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് പേരൻസിനും ഉപകാരപ്പെടും. സന്തോഷം. വാസ്തവത്തിൽ മനഃശാസ്ത്ര വിദഗ്ധന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഒരുമിച്ച് ചേർന്ന് ഒരു അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥി എങ്ങനെ ഒരു ദിവസത്തെ ക്രമീകരിക്കണമെന്നുള്ളതിനെപ്പറ്റി കുറേ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതിന് ഡേ പ്ലാനിങ് എന്ന് പറയും. ദിനചര്യ ക്രമീകരിക്കുക. അതിന് 12 പടികളുണ്ട് ഷിനോയ്. അതിലൊരു 6 പടി, പ്രധാനപ്പെട്ട 6 പടി, അതിനെക്കുറിച്ചാണ് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ അവരെ റീവൈൻഡ് ചെയ്ത് അവരുടെ ഫ്രീ ടൈമിൽ കേൾപ്പിക്കണം. മാതാപിതാക്കളും മാത്രം അറിഞ്ഞാൽ പോരാ, കുഞ്ഞുങ്ങളും ഇത് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുക. നമ്മൾ ബുദ്ധി ഒരു കുട്ടിയുടെ വികസിക്കാൻ തുടങ്ങുന്നത് 2.5 വയസ്സ് തൊട്ട്. അത് 7 വയസ്സാവുമ്പോൾ ബുദ്ധി കട്ടിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഴുകുപോലെയുള്ള ബുദ്ധി ഉറയ്ക്കും. ആ മെഴുകുപോലെയുള്ള സമയത്ത് ആ കുഞ്ഞിൻ്റെ ബുദ്ധിയിൽ എന്തൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുവോ അതാണ് പിന്നെ പിൽക്കാലത്ത് എക്സിബിറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻ അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. പക്ഷേ ടീനേജ് എന്ന് പറയുന്ന സമയത്താണ് പഠിത്തത്തിൻ്റെ മൂർധന്യാവസ്ഥ എന്ന് പറയുന്നത്. അതായത് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും
അത് കഴിഞ്ഞുള്ളത് കോളേജ് വിദ്യാഭ്യാസമാണ്. അതേ എങ്ങനെയൊക്കെ നിരങ്ങി ആളുകൾ കയറിക്കോളും. അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷനാണ്. അതും ഒരു ജോലി കിട്ടുന്നതിനുള്ള ത്വരയുള്ളത് കൊണ്ട് അതും എങ്ങനെ നിരങ്ങി കയറും. ഈ 10ാം ക്ലാസ് വരെയും 12ാം ക്ലാസ് വരെയുള്ള പഠിത്തം, ആ പഠിത്തത്തെ ബേസ് ചെയ്താണ് വാസ്തവത്തിൽ ബാക്കിയുള്ള ഭാവി ജീവിതം ഇരിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ ജോലിക്ക് ചെന്നപ്പോൾ എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ടെങ്കിലും ശരി, അണ്ടർ സെക്രട്ടറി എന്നോട് ആദ്യം ചോദിച്ചത് വേർ ഈസ് യുവർ 10th and 12th റിസൾട്ട് പേപ്പർ എന്നാണ്. അപ്പോൾ ഈ 10നെയും 12നെയും അങ്ങ് തള്ളിക്കളയരുത്. 10ലും 12ലും നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ് നമ്മുടെ ഭാവിയും നമ്മുടെ ഭാവിയിൽ ഉണ്ടാകാവുന്ന ഇൻ്റർവ്യൂസും നമ്മുടെ ജോബ് സാറ്റിസ്ഫാക്ഷനും നമ്മുടെ കരിയറും കരിയർ ബിൽഡിങ്ങും കരിയർ പ്രോഗ്രഷനും ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 10 വരെയുള്ള പഠിത്തവും അല്ലെങ്കിൽ 12 വരെയുള്ള പഠിത്തവും പ്രാധാന്യമർഹിക്കുന്നതാണ്. അത് വാസ്തവത്തിൽ പഠനക്രമത്തിലൂടെ ആവണം. അപ്പോൾ ഒരുപക്ഷെ ചോദിക്കാം, ഇത് പറയാൻ എന്ത് ആധികാരികതയായിരിക്കുള്ളത്? കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായ ഡോക്ടർക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കാനല്ലേ, അതിന് ആധികാരികമായിട്ട് സംസാരിക്കാൻ എന്ത് എക്സ്പീരിയൻസ് ഉണ്ട്? ഷിനോയി, വളരെ വിനയപൂർവ്വം ഞാൻ അവതരിപ്പിക്കുകയാണ്. ഞാൻ അഭിമാനം കൊള്ളുന്നു. കഴിഞ്ഞ 55 വർഷമായി ഞാൻ ഈ വിദ്യാഭ്യാസ മേഖലയിലാണ്. ഈ 55 വർഷത്തെ എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് ഈ പടികളെ ഞാൻ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്, ഒരു വിദ്യാർത്ഥിക്ക് പഠനക്രമം ഉണ്ടായിരിക്കണം. പഠന സമയം, അതിനൊരു ക്രമം ഉണ്ടായിരിക്കണം. എ പ്ലാൻ. പല കുട്ടികളും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പ്രകൃതി മുഴുവൻ ഉറങ്ങുമ്പോൾ, നിശബ്ദമായിരിക്കുമ്പോൾ, അവരുടെ വീട്ടിലെ മറ്റുള്ള അംഗങ്ങൾ പോലും ഉറക്കത്തിൻ്റെ അത്യുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ അവർക്ക് പഠിക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്ട്രോങ് അവറുണ്ട്. എന്താ ഈ സ്ട്രോങ് അവർ എന്ന് പറഞ്ഞാൽ, എൻ്റെ സ്ട്രോങ് അവർ വെളുപ്പിനെയാണ്. വെളുപ്പിനെ 4 മണി തൊട്ട് 6 മണി വരെയുള്ള 2 അല്ലെങ്കിൽ 7 മണി വരെയുള്ള ഈ 3 മണിക്കൂറാണ് എൻ്റെ സ്ട്രോങ് അവർ. ഒരു ദിവസം ഞാൻ പ്ലാൻ ചെയ്യുന്നതും എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിച്ച് ഉറയ്ക്കുന്നതും അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഈ 3 മണിക്കൂറിലാണ്. അതെൻ്റെ സ്ട്രോങ് അവറാണ്. എന്നാൽ ഡ്യൂട്ടി ഷിഫ്റ്റുള്ള ആളുകൾക്ക് സ്ട്രോങ് അവർ മാറിക്കൊണ്ടിരിക്കും. നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ അവർ നൈറ്റ് ഡ്യൂട്ടിയിലാണ് സ്ട്രോങ് അവർ ആക്കുന്നത്. ഡേ ഡ്യൂട്ടി ഉള്ളപ്പോൾ ഡേയിലായിരിക്കും. ഈ ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ, അവർക്ക് മോർണിംഗിൽ സ്ട്രോങ് അവർ കിട്ടത്തില്ല. സ്ട്രോങ് അവർ അവരുടേത് ഈവനിങ് തൊട്ട് പാതിരാത്രി വരെ ആയിരിക്കും. അപ്പോൾ ജോലിയുടെ അനുസരിച്ച് നമ്മൾ ഏത് മേഖലയിലായിരിക്കുന്നോ അതനുസരിച്ച് സ്ട്രോങ് അവർ കിട്ടും. സ്ട്രിക്ട്ലി സ്പീക്കിംഗ്, ഈ രാത്രിയുടെ 11 മണി തൊട്ട് 2 മണി വരെയൊക്കെ ഉണർന്നിരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ സ്ട്രോങ് അവർ, അവരുണ്ടാക്കുന്ന സ്ട്രോങ് അവറാണ്. വാസ്തവത്തിൽ ബയോളജിക്കൽ സ്ട്രോങ് അവർ അല്ലത്. കാരണം പകലത്തെ അധ്വാനം കൊണ്ട്, പകലത്തെ പഠിത്തം കൊണ്ട്, പകലത്തെ ജീവിതം കൊണ്ട് നമ്മുടെ തലച്ചോറ് തളർന്നിരിക്കുക രാത്രിയാവുമ്പോഴത്തേക്ക്. അപ്പോൾ തലച്ചോറിൻ്റെ അടിവാരത്തിലുള്ള പ്ലഷർ സെൻറ്റർ ക്ഷീണിതമായിരിക്കും. പ്ലഷർ സെൻറ്റർ ക്ഷീണിതമായിരിക്കുമ്പോൾ പഠിക്കുന്നതൊന്നും നമുക്ക് രജിസ്റ്റർ ചെയ്യപ്പെടത്തില്ല. പക്ഷെ നമുക്ക് തോന്നും രജിസ്റ്റർ ചെയ്യപ്പെടുന്നു, ആരുമില്ലല്ലോ, എൻ്റെ ഇഷ്ടമനുസരിച്ച് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കണ്ട് സുഖിച്ചിട്ട് ആ രാത്രിയിലിരുന്ന് പഠിക്കാം. അതിൻ്റെ ഇടയ്ക്ക് കുറേ പഠിത്തവും. വാസ്തവത്തിൽ ഫിലമെൻ്റ് ബേൺ ചെയ്യിപ്പിക്കാമെന്നല്ലാതെ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ആ പഠിത്തം കൊണ്ട് വലിയ പ്രയോജനമില്ല. പിന്നെ ചുരുക്കം ചിലർക്ക് ആ പഠിത്തം കൊണ്ട് പ്രയോജനം ചെയ്യുമായിരിക്കും. അവരുടെ പ്ലഷർ സെൻറ്റർ ഒരു പ്രത്യേക സ്വഭാവമുള്ള പ്ലഷർ സെൻറ്റർ ആയിരിക്കും. നോർമലായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പ്ലഷർ സെൻറ്റർ പകലത്തെ അധ്വാനത്തിന് ശേഷം രാത്രി വിശ്രമിക്കാനായി പ്രകൃതി തന്നിട്ടുള്ള ഇരുട്ടിനെ കൂട്ടിപ്പിടിച്ച് നമ്മൾ വിശ്രമിക്കേണ്ട സമയമാണ്. അതൊരു 11 മണി തൊട്ട് ഒരു 4 മണി വരെ നമ്മൾ വിശ്രമിച്ചിരിക്കണം, ഉറങ്ങിയിരിക്കണം.
ഉറക്കം വന്നില്ലേലും കട്ടിലിൽ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും ശരി ആ സമയത്ത് റെസ്റ്റ് എടുത്തിരിക്കണം. 4 മണിക്ക് എഴുന്നേക്കുന്നത് നല്ലതാണ്. നമ്മുടെ എത്ര കുഞ്ഞുങ്ങൾ 4 മണിക്ക് എഴുന്നേക്കും? ഇവിടെ ചുരുക്കമാണ്, വളരെ ചുരുക്കമല്ലേ. ഈ ബസ് വന്ന, സ്കൂളിൻ്റെ ബസ് വന്ന പിന്നെ ഓൺ അടിക്കുമ്പോഴാണ് ചിലപ്പോൾ ബാത്റൂമിൽ ചാടി ഇറങ്ങി വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ഒറ്റ ഓട്ടമാണ്. ഈ ഒരു പഠനക്രമം, ജീവിതചര്യ ആർക്കും ഗുണം ചെയ്യുകയില്ല. അതുകൊണ്ട് ഞാൻ ശക്തമായി പറയും, എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്, വെളുപ്പിനെ 4 മണി തൊട്ട് 6 മണി വരെയുള്ള 2 മണിക്കൂർ എഴുന്നേറ്റിരുന്ന് പഠിക്കാൻ പറ്റുമോ? വളരെ നല്ലതാണ്. ചില ബുദ്ധിമുട്ടാണ്, ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ അല്പം ബുദ്ധിമുട്ടാണ്. ഒരു പുരാണമനുസരിച്ച് സരസ്വതി ദേവി നൃത്തം ചെയ്യുന്ന സമയമാണ്. സരസ്വതി ദേവി എന്ന് പറയുന്നത് വിദ്യയുടെ ദേവിയാണ്. ആ ദേവി പ്രസാദം ലഭിക്കുന്നതിന് ഈ 4 മണി തൊട്ട് 6 മണി വരെയുള്ള സമയത്ത് പഠിക്കുന്നത് നല്ലതാണെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ സാങ്കത്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ നമ്മൾ രാത്രിയിലെ വിശ്രമത്തിന് ശേഷം നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി, തലച്ചോറ്, അതിൻ്റെ അടിവാരത്തിലുള്ള പ്ലഷർ സെൻറ്റർ റിലാക്സ്ഡ് ആയിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ. അങ്ങനെ എഴുന്നേറ്റിരുന്ന് പഠിക്കുക. അപ്പോൾ ഒന്നാമത്തേത് ഒരു പഠനക്രമം നമുക്കുണ്ടാവണം. വെളുപ്പിനെ ഞാൻ എത്ര മണിക്ക് എഴുന്നേൽക്കും? അത് ഹയർ ക്ലാസ്സസിലുള്ളവർക്ക് അകത്ത് ബേണിങ് ക്യാൻഡിലുണ്ടെങ്കിൽ, അകത്ത് ചൂടുണ്ടെങ്കിൽ അവർ 4 മണിക്ക് തന്നെ എഴുന്നേൽക്കും. ഒരു സംശയവുമില്ല. അലാറം ഒന്നും വെക്കണ്ട, ബയോ ക്ലോക്കുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 4 മണിക്ക് തന്നെ എഴുന്നേൽക്കും. എഴുന്നേറ്റ് അവർ പഠിക്കാൻ തുടങ്ങും. അങ്ങനെ പഠിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 4 മണിക്ക് എഴുന്നേക്കാൻ പറ്റാത്തവർക്ക് 5 മണിക്ക് എഴുന്നേക്കാം. 1 മണിക്കൂർ പഠിക്കാമല്ലോ സ്കൂളിൽ പോകുന്നതിന് മുമ്പ്. അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ബാത്റൂമിൽ പോയി വായിൽ 3 പ്രാവശ്യം വെള്ളം കൊണ്ടിട്ട് അത് ഗാർഗിൾ ചെയ്ത് തുപ്പിക്കളയണം. വായ ശുദ്ധീകരിക്കണം. അത് 3 പ്രാവശ്യം വെള്ളം കൈക്കുമ്പിളിൽ എടുത്തിട്ട് വായിലൊഴിച്ചിട്ട് അത് ഉഴിഞ്ഞ് കളയണം. അതിനെ റിൻസിങ് എന്ന് പറയും ഇംഗ്ലീഷിൽ. റിൻസ് ചെയ്ത് പല്ല് തേക്കുന്നതിന് മുമ്പ്. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് 2 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കണം. വാം വാട്ടർ, വലിയ ഹോട്ട് വാട്ടർ അല്ല, 2 ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളം കുടിക്കുക. അത് എംപ്റ്റി സ്റ്റൊമക്കിൽ ചെല്ലണം. അപ്പോൾ ഹൈഡ്രോ തെറാപ്പി നമ്മുടെ അബ്ഡോമനിൽ നടക്കും, നമ്മുടെ അബ്ഡോമനെ ശുദ്ധീകരിക്കും. അങ്ങനെയുള്ളവർക്ക് രാവിലെ കക്കൂസി പോകാൻ പറ്റും. അല്ലാത്ത കുഞ്ഞുങ്ങൾ രാവിലെ പോകത്തില്ല. അവർ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്ന ഒരു കുളിയൊക്കെ കുളിച്ച് വല്ലതും കഴിച്ച് കഴിയുമ്പോഴാണ് ആ പ്രഷർ കിട്ടുന്നത്, താഴോട്ടുള്ള പുഷ് കിട്ടുന്നത്. അങ്ങനെ പോകുന്നവരും വൈകിട്ട് പോകുന്നവരും ഉണ്ട്. ഇത് വലിയ അപകടമാണ്. കിളികൾ പോലും, മൃഗങ്ങൾ പോലും രാവിലെ കാഷ്ടിക്കും. മനുഷ്യപുത്രന്മാരും പുത്രികളും കാഷ്ടിക്കാറില്ല. എന്തൊരു കുഴപ്പമാണെന്നറിയാമോ? അപ്പോൾ ഇങ്ങനെ രാവിലെ 2 ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം ഇരുന്നിട്ട് ഏറ്റവും ടഫായിട്ടുള്ള വിഷയം, നമ്മുടെ വിഷയങ്ങളൊക്കെ നമ്മൾ ക്രമീകരിക്കണം. എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നുന്ന വിഷയങ്ങൾ വെളുപ്പിനെ അങ്ങ് പഠിക്കണം. ഒറ്റ ഇരിപ്പിൽ 2 മണിക്കൂർ ഇരിക്കരുത്. 55 മിനിറ്റ്സേ പഠിക്കാവൂ ഒറ്റ സ്ട്രെച്ചിൽ. അത് കഴിഞ്ഞ് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കണം. 55 മിനിറ്റ്സ് ആകുമ്പോൾ എഴുന്നേറ്റ് ഒരു മൂളിപ്പാട്ടും പാടി അതിലൊന്ന് നടക്കുക. അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്, ഒരു പെഗ് വെള്ളം കൂടെ ഒന്ന് കുടിക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു ചെറിയ സംഗീതം 5 മിനിറ്റ് നേരത്തെ ഒരു പാട്ട് കേൾക്കുക, ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയാലും മതി. അതിനുശേഷം വന്ന് വീണ്ടും ഇരുന്ന് പഠിക്കുക. At every interval of 55 minutes, you will have to necessarily take a break. അത് നിങ്ങളുടെ ബ്രെയിനിനെ ആശ്വസിപ്പിക്കാനും കൂടുതൽ ഉത്തേജിപ്പിക്കാനുമാണ്. അങ്ങനെ പഠിക്കണം. അല്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കരുത്. ചില ട്യൂഷൻ സെൻറ്ററുകളോടുള്ള ബഹുമാനത്തോടെ ഞാൻ പറയട്ടെ, 3, 4, 5 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ ഈ കുട്ടികളെ ഇരുത്തി ട്യൂഷൻ പഠിപ്പിച്ചാൽ ടീച്ചർമാർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷേ കുഞ്ഞുങ്ങളുടെ പ്ലഷർ സെൻറ്ററിന്, ആനന്ദ കേന്ദ്രമാണ് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൻ്റെ തലച്ചോറിന് താഴെയുള്ള ഭാഗം.
ആ ഭാഗത്തിന് ഒരു സുഖവും കിട്ടുകയില്ല. സോ അറ്റ് ആൻ ഇൻ്റർവെൽ ഓഫ് എവറി 55 minutes ദർ ഹാസ് ടു ബി എ ബ്രേക്ക്. അങ്ങനെ അങ്ങോട്ട് 2 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബാത്റൂമിൽ കയറണം, പല്ല് തേക്കണം, കുളിക്കണം, പോട്ടിയിടണം. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മുടെ എത്ര കുഞ്ഞുങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നാൽ ആ ദിവസം പോയി ഷിനോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതൊരു ഗുഡ് മോർണിംഗ് ബിസ്ക്കറ്റ് ആണെങ്കിൽ തന്നെയും അത് കഴിച്ച് എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട്, ഒരു ജ്യൂസ് ആയിരിക്കും നല്ലത്, ഫ്രഷ് ജ്യൂസ് 1/2 ഗ്ലാസ് മതി. അത് കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് 1 ഗ്ലാസ് വെള്ളവും കൂടെ കുടിച്ചതിന് ശേഷം സ്കൂളിലേക്ക് ഡ്രസ്സ് ചെയ്ത് പുസ്തകമൊക്കെ ഇട്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് പ്രഭാതത്തിലെ രീതി എന്നുള്ളത്. വളരെ ശക്തവും യുക്തവുമായി ഞാൻ എല്ലാവരോടും താല്പര്യപ്പെടുകയാണ് അത് ഫോളോ ചെയ്യുന്നവരും. രണ്ടാമത്, ശരീരത്തിലെ ജലാംശം, ദ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ കണ്ടൻറ്റ് ഇൻ യുവർ ബോഡി, അത് നിലനിർത്തണം. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോഡി ഡീഹൈഡ്രേറ്റഡാണ്, വെള്ളം കൂടി കുറവാണ്. ഈ വെള്ളം കൂടി കൂടിയാലും ശരി, ചിലപ്പോൾ അവരുടെ മറ്റ് ചില വ്യായാമ പ്രക്രിയ കൊണ്ടും ചിന്തകളുടെ കൂടുതൽ കൊണ്ടും, ഒരുപാട് ചിന്തിച്ചാൽ വെള്ളം ആവിയായിട്ട് അങ്ങ് പോകും, ശരീരത്തിലെ ജലാംശം കുറയും. ശരീരം ഡീഹൈഡ്രേറ്റഡ് ആയാൽ ബുദ്ധി പ്രവർത്തിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിന് എപ്പോഴും ഒരു കുളിർമ ഉണ്ടാവണം. ഒരു കുഞ്ഞിൻ്റെ കയ്യെ പിടിച്ചാൽ നമുക്കറിയാം ആ ബോഡി ഹൈഡ്രേറ്റഡ് ആണോ ഡീഹൈഡ്രേറ്റഡ് ആണോ. ഹൈഡ്രേറ്റ് ആയിട്ടുള്ള ബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും, അവന് പഠിക്കാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഈ രാവിലെ 2 ഗ്ലാസ് വെള്ളം, ചെറിയ ചൂടുള്ള വെള്ളം വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8 ഗ്ലാസ് വെള്ളം കൂടെ രാവിലെ തൊട്ട് വൈകിട്ട് ആഹാരം കഴിക്കുന്നത് വരെയുള്ള സമയത്തിനിടയിൽ ആ ശരീരത്തിൽ കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ദ ഹൈഡ്രേറ്റഡ് ലെവൽ ഓഫ് അവർ ബോഡി ക്യാൻ ബി മെയിൻറ്റെയിൻഡ്. പിന്നെ ശരീരശുദ്ധിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുളിയൊക്കെ ഡ്രൈ വാഷാണ്. തലയിൽ വെള്ളം പുരട്ടിയിട്ട് ചീകിക്കൊണ്ട് കുളിച്ചെന്ന് വരുത്തിയിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ കുളിക്കുന്നതിനൊരർത്ഥവുമില്ല. ശരീരശുദ്ധി ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിളങ്ങുന്ന ബുദ്ധി വേണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ശുദ്ധി വേണം. അപ്പോൾ ദിവസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ശരിക്കും കുളിക്കണമെന്ന് ഞാൻ പറയും. അത് രാവിലെ അതിന് സമയം കിട്ടുന്നില്ലെങ്കിൽ പെട്ടെന്നൊരു ക്വിക്ക് വാഷ് മതി, എന്നാൽ തല കുളിച്ചിരിക്കണം. അല്ല, വൈകിട്ടാണെങ്കിൽ ടൈം എടുത്ത് ശരീരത്തിൻ്റെ എല്ലാ ഗുഹ്യഭാഗങ്ങളിലും യാതൊരു ഗന്ധവുമില്ലാത്ത തരത്തിൽ ക്ലീനാക്കി കുളിച്ച് ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മനസ്സ് ശുദ്ധമായിരിക്കും. അങ്ങനെ മനസ്സ് ശുദ്ധമായി സൂക്ഷിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ബ്രെയിൻ, തലച്ചോറും ശുദ്ധമായിരിക്കും. പ്ലഷർ സെൻറ്റർ എന്തിനേയും സ്വീകരിക്കാൻ തയ്യാറായി ഇങ്ങനെ നിൽക്കും. കഴിവതും സസ്യാഹാരം ആക്കാൻ നോക്കുക. നമ്മൾ ഫാസ്റ്റ് ഫുഡിലാണ് വിശ്വസിക്കുന്നത്. തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ആഴ്ചയിൽ ഒരിക്കൽ നല്ലത് തന്നെ. പക്ഷേ മിക്കവാറും ദിവസങ്ങളിൽ ഈ ഫാസ്റ്റ് ഫുഡാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതവരെ അഡ്വേഴ്സായിട്ട് അവരുടെ ബുദ്ധിയെ ബാധിക്കും. അതുകൊണ്ട് സസ്യാഹാരം കഴിക്കുന്ന ശീലം നന്നേ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ചുമതല മാതാപിതാക്കൾക്കാണ്. പിന്നെ ഒരു കാര്യം, രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് അന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഞാൻ ആ രാത്രിയിൽ ആ സമയം വരെ എന്തൊക്കെ പഠിച്ചു, സ്കൂളിൽ പോയപ്പോൾ ഏതൊക്കെ ടീച്ചർമാർ വന്നു, ഏതൊക്കെ വിഷയങ്ങളാണ് പഠിപ്പിച്ചത് ഒന്ന് ഓർത്ത് നോക്കണം. പുസ്തകം തുറന്നിട്ട് ഓർത്ത് നോക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പുസ്തകം തുറക്കാതെ ഒന്ന് ഓർത്ത് നോക്കണം. അതിന് റീവൈൻഡിങ് തെറാപ്പി, ഇത് 1-2 പ്രാവശ്യം നമ്മളിവിടെ വിവരിച്ചിട്ടുള്ള അത് അവർ ആ ദിവസം മുഴുവൻ റീവൈൻഡ് ചെയ്യേണ്ട, അവർ പഠിച്ച കാര്യങ്ങൾ മാത്രം റീവൈൻഡ് ചെയ്യുന്ന ഒരു നടപടി നന്നായിരിക്കും. ഇങ്ങനെ 6 കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കുഞ്ഞുങ്ങൾക്കായിട്ട് സമർപ്പിക്കാനുള്ളത്. ഷിനോയുടെ അഭിപ്രായം കേൾക്കട്ടെ. ഒരു പേരൻ്റ് എന്നുള്ള നിലയിൽ എനിക്കിത് വളരെ പ്രയോജനകരമാണ്.
കാരണം വെളുപ്പിനെ എണ്ണീറ്റ് ഇവിടെ പഠിക്കുക എന്നുള്ളത് പ്രായോഗികമാണോ എന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മളെല്ലാം കിടക്കുന്നത് ഒരു 11:30, 12 o'clock ദാറ്റ് റേഞ്ചിലാണെന്നാണ് വിചാരിക്കുന്നത്. വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ ഒരു 9 o'clock അല്ലെങ്കിൽ 10:30 ദാറ്റ് റേഞ്ചിനുള്ളിൽ കിടക്കുന്നവർ. അപ്പം അങ്ങനെ കിടന്നെങ്കിൽ മാത്രമേ എനിക്ക് തോന്നുന്നു ഒരു 4 മണിക്ക് എണ്ണീറ്റ് കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് എണ്ണീപ്പിക്കാനോ അവരെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനോ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആദ്യം പേരൻസിൻ്റെ ദിനചര്യയിലുള്ളൊരു മാറ്റം ആവശ്യമാണ്. അതിനുശേഷം മാത്രമേ നമുക്ക് കുട്ടികളിലേക്ക് അത് പകർത്താനായിട്ട് പറ്റുള്ളൂ. ഷിനോയ്, അധ്യയന വർഷത്തിൻ്റെ 1-ാം ദിവസം മുതൽ ഒരു പ്രത്യേക ദിനചര്യ അവരെ അഭ്യസിപ്പിക്കുന്ന സംസ്കാരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷയെ ഭയപ്പെടേണ്ട കാര്യം അവർക്കില്ല. അവർ ഈ സ്കെഡ്യൂൾ അനുസരിച്ച് ഭംഗിയായി കോൺഫിഡൻസോടുകൂടി പഠിച്ച് മുന്നേറും. അങ്ങനെ ഒരു മാറ്റം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനക്രമത്തിൽ ഉണ്ടാവണമെന്നുള്ള അദമ്യമായ അഭിനിവേശത്തോടെയാണ് ഞാനിത് അവതരിപ്പിച്ചത്. ഓക്കെ, വെരി ഗുഡ് സർ. എനിവേ, എന്തായാലും ഇത് എല്ലാ മാതാപിതാക്കൾക്കും ഉപകാരപ്പെടുമെന്നതിൽ എനിക്ക് സംശയമില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ഷിനോയ് പുളിക്കൻ. മനസ വാച കർമ്മണ. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.